ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പായസമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ അളവിനനുസരിച്ച് ഗോതമ്പ് എടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം വെള്ളം മാറി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇതിനെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കുതിർത്തിയെടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ഗോതമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഗോതമ്പ് കുറച്ചേ ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പ് എടുക്കുക. ഇനി ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു 4 വിസിൽ വരുന്ന വരെ നമുക്കതിന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ശർക്കര ഉരുക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കര നന്നായിട്ട് ഉരുക്കി വരുന്നവരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ ശർക്കരയൊക്കെ നല്ലതുപോലെ തിളച്ച് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ പാത്രം എടുക്കുക. ഉരുളി കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഉരുളിയൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെറാമിക്കിൻ്റെ ഒരു പോട്ടാണ്. ഇതിലേക്ക് നമുക്ക് ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈവിടാതെ നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് കുറുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പഴം ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഒരു പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പോലുള്ള ഒരു പഴമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഞാലിപ്പൂവൻ പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഗോതമ്പിലേക്ക് ശർക്കര നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാവുന്ന വരെ നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 കപ്പ് 2-ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ 2 തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ നിന്ന് 1-ാം പാൽ എനിക്കൊരു 1.5 കപ്പ് 1-ാം പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2-ാം പാൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. 2-ാം പാൽ ചേർത്തിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പായസത്തിൻ്റെ നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഞാനിവിടെ 1.5 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. തിളയ്ക്കാനൊന്നും പാടില്ല. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം.
ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് മുന്തിരിങ്ങയും ഫ്രൈ ആക്കി എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പായസം ഒരുപാട് കുറുകി വന്നിട്ടില്ല. കുറച്ച് സമയം ഇരിക്കുമ്പോൾ അത് കുറുകി വരാനായിട്ട് തുടങ്ങും. ഉണ്ടാക്കി ഉടനെ കുടിക്കുന്നതിനേക്കാളും കുറച്ച് സമയം വെച്ചിട്ട് കുടിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കൂടുതൽ സമയം എടുക്കും. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.